മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടതിൽ നീതി തേടി വേണുവിന്റെ കുടുംബം. അടിയന്തര റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച ആശുപത്രി അധികൃതർ. മരണകാരണം ചികിത്സാ പിഴവല്ല, പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ നൽകിയെന്ന് വിശദീകരണം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. തെരുവുകളിൽ നിന്ന് നായ്ക്കളെ നീക്കണം. ആശുപത്രി, സ്കൂൾ പരിസരങ്ങൾ സുരക്ഷിതമാക്കണം. വന്ധ്യംകരിച്ച ശേഷം നായ്ക്കളെ തുറന്നു വിടരുതെന്നും കോടതി. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണവാതിൽ ഇളക്കി മാറ്റിയത് ഒരു പരിശോധനയും കൂടാതെ. പഴയ പാളികൾ മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നുവെന്നും മഹസർ. അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SIT നീക്കം. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ആരംഭിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ ഡീനിനെതിരെ പരാതി. നിരന്തര വിവേചനം നേരിട്ടു. ഗവേഷണ ബിരുദം നൽകരുതെന്നാവശ്യപ്പെട്ടതായും വിദ്യാർത്ഥി വിപിൻ വിജയൻ. അധ്യാപികയുടെ ജാതി അധിക്ഷേപം അപലപനീയമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. സർക്കാർ ഇടപെടുമെന്നും അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപനം. PD സതീഷിനെതിരെ ആഞ്ഞടിച്ചും KC വേണുഗോപാലിനെ പുകഴ്ത്തിയും വെള്ളാപ്പള്ളി നടേശൻ. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാലിന്. കോൺഗ്രസിൽ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. PD സതീശനൊപ്പം ഒരു മരപ്പട്ടി പോലുമില്ല. വന്ന് ഇപ്പൊ ഒരു മരപ്പട്ടി പോലും കൂടെ ഇല്ലാത്ത പരുവത്തിലായില്ലേ. പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡന്റായ രീതിയാണ് പദവിയും പ്രതാപവും മറക്കുന്നത്. വന്ന് വലിയ ആനയായിട്ട് വന്ന് കുഴിയാനയായിട്ട് കിടക്കും. G. സുധാകരനെ വിശ്വാസത്തിലെടുത്തില്ലെങ്കിൽ CPM-ന് ആലപ്പുഴയിൽ ദോഷം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ മുന്നണികളിൽ കല്ലുകടി. തിരുവനന്തപുരത്ത് 25 വാർഡുകളിൽ തനിച്ചു മത്സരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ ലീഗിനെതിരെ CPM കോൺഗ്രസ് ധാരണയിലേക്ക്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPM കേരള കോൺഗ്രസ് M തർക്കം. ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന് മാണി വിഭാഗം. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം വിപുലമായി ആഘോഷിച്ച രാജ്യം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ. രാഷ്ട്ര നിർമ്മാണത്തിൽ വന്ദേ മാതരത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളണമെന്ന് പ്രധാനമന്ത്രി. പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മോദി മഹാനായ വ്യക്തിയെന്ന വീണ്ടും പ്രശംസ. അമേരിക്കയിൽ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. 4000-ഓളം വിമാന സർവീസുകൾ നിലച്ചു. ഷട്ട് ഡൌൺ പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. കൃത്യസമയത്ത് മരുന്ന് നൽകിയില്ലെന്നും ഡോക്ടർ എത്താൻ വൈകിയെന്നും മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു ആരോപിച്ചു. ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വിശദീകരിച്ചു. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നാണിപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഔദ്യോഗികമായി വരുന്നത്. അതിൽ അവർ പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ചികിത്സയും നൽകി, അവിടെ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നൊക്കെയാണ്. പക്ഷെ അപ്പോഴും ചെന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും ഡോക്ടർമാർ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം അവിടെ നിലനിൽക്കുകയാണല്ലോ. ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ ഈ വിശദീകരണമൊക്കെ കുടുംബത്തിന് തൃപ്തികരമാണോ? ശ്രീജ, ഒക്ടോബർ 31-നാണ്
വേണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള നെഞ്ചുവേദനയെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നും സ്ഥിതി ഗുരുതരമായതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് തന്നെ റെഫർ ചെയ്യുകയായിരുന്നു. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. ഡോക്ടർമാർ പ്രത്യേകം അതിൽ നിർദ്ദേശിച്ചിരുന്നതായി പറയുന്നു. അടിയന്തരമായി തന്നെ 5 ഗ്രാം ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാർ നൽകിയിരുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ശരിക്കും 5 ദിവസം അവിടെ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും 5 ഗ്രാം ഉൾപ്പെടെയുള്ള യാതൊരുവിധ ചികിത്സയും ഈ വേണുവിന് ലഭ്യമായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് ശരിവെക്കുന്ന തരത്തിൽ ആണ് ഇതിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. കാരണം വേണു അവിടെ ചികിത്സയിൽ കഴിയവേ തന്നെ തൻ്റെ സുഹൃത്തിന് ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. കാരണം തനിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാകുന്നില്ല, അതുപോലെ തന്നെ കൈക്കൂലി അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നായയെ നോക്കുന്ന കണ്ണുകൾ കൊണ്ടുപോലും തന്നെ നോക്കുന്നില്ല എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ശരിക്കും ഇതെല്ലാം ഒരു മരണമൊഴിയായിട്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബുധനാഴ്ചയാണ് വേണു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. വേണു ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ തൊഴിലാളിയാണ്, ഓട്ടോ ഓടിച്ച് ഉപജീവനം നയിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാട് കുടുംബത്തിനെ അത്യധികം ദുഃഖത്തിലാക്കിയ സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശബ്ദ സന്ദേശങ്ങളെല്ലാം അടങ്ങിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇന്ന് മിക്കവാറും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജ, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പെല്ലാം അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ വീട്ടിൽ സന്ദർശിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുന്നേ രമേശ് ചെന്നിത്തല അടക്കം ഈ വീട്ടിൽ സന്ദർശിച്ചു. വേണുവിൻ്റെ ഭാര്യയും കുട്ടികളെയും എല്ലാം കണ്ടവരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം മാധ്യമങ്ങളോടക്കം ഈ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ PC വിശ്വനാഥ് അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ശ്രീജ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബം പ്രതിഷേധത്തിലാണ്. അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി അയച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നത്. മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവിയാണ് മാധ്യമങ്ങളെ കണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള പിഴവും ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പിരിൻ, ക്ലോപ്പഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യന്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10 തൊട്ട് 20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു, റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ്, മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഇതാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പക്ഷേ അപ്പോഴും ഈ 3 ദിവസം തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ വേണു സുഹൃത്തിനയച്ച ആ ശബ്ദ സന്ദേശം അവിടെയുണ്ട്. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ആശുപത്രി അധികൃതരാണ് എന്ന് പറഞ്ഞു വെച്ചാണ് ആ ശബ്ദ സന്ദേശം ഒരു ദിവസം ഉച്ചയ്ക്ക് വേണു അയക്കുന്നത്. അന്ന് വൈകിട്ട് വേണു മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു എന്നത് ആരോഗ്യ മേഖലയുടെ സിസ്റ്റം തകർന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. ആശുപത്രിയിൽ പൂർണ്ണ അവഗണനയാണ് രോഗികൾ നേരിടുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി. ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. അവർക്ക് അവർ ചെയ്ത തെറ്റിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അവർ തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത്.
ഒരു സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ആളുകൾ പണമില്ലാത്തതുകൊണ്ടല്ലേ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. നല്ല ചികിത്സ കിട്ടും, നല്ല ഡോക്ടർമാർ ഉണ്ടെന്ന് കരുതി. ആൾ നിലത്ത് കിടക്കുവാണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആള്. ഇനി കിടക്ക ഒഴിവില്ല, ഓക്കെ, ചികിത്സിക്കണ്ടേ, അന്വേഷിക്കണ്ടേ ഇയാളുടെ സ്ഥിതി എന്താണ്? ഒരു ചികിത്സയും ചെയ്യില്ലേ? നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ? പരിശോധിക്കില്ലേ? അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് നിർണായകമായ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു. രാജ്യത്തെ തെരുവ് നായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഇടക്കാല ഉത്തരവാണ് ശ്രദ്ധേയമാവുന്നത്. ദേശീയപാത അടക്കമുള്ള റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും ഇവയെ നിരീക്ഷിക്കുന്നതിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. 8 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കി അതിന്റെ പുരോഗതി അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. രാജ്യത്ത് തെരുവുനായ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ദേശീയപാതയടക്കം റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം നൽകി. പിടികൂടുന്ന നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നുവിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം. കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സർക്കാരുകളും ദേശീയപാത അതോറിറ്റിയും നടപടി സ്വീകരിക്കണം. ഇതിനായി മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കളെ നീക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടിയുണ്ടാവണം. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന വേണം. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യംകരിക്കണം. ഇതിനായുള്ള നടപടികൾ കോർപ്പറേഷനുകൾ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കം ചെയ്ത നടപടിയിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ പുരോഗതി അറിയിക്കാനും ചീഫ് സെക്രട്ടറിമാരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള സർവകലാശാലയിൽ ജാതി അധിക്ഷേപമെന്ന പരാതി ഡീനിനെതിരെ പോലീസിൽ വിദ്യാർത്ഥി പരാതി നൽകി. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനാണ് കഴക്കൂട്ടം ACPക്ക് പരാതി നൽകിയത്. നിരന്തരമായി വിവേചനം നേരിട്ടുവെന്നും ഗവേഷണ ബിരുദം നൽകരുതെന്നാവശ്യപ്പെട്ടത് തന്റെ സമുദായത്തോടുള്ള സ്പർദ്ധ മൂലമാണെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം അധ്യാപികയുടെ ജാതി അധിക്ഷേപം അപലപനീയമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ ദിവസങ്ങൾക്ക് മുൻപാണ് തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഇപ്പോൾ വിഷയത്തിൽ വിപിൻ വിജയൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഭാഷാ വിഭാഗം ഡീനായിട്ടുള്ള ഡോക്ടർ വിജയകുമാരിക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രസ്തുത പരാതി നൽകിയിട്ടുള്ളത്. കഴക്കൂട്ടം ACPക്കാണ് ഇപ്പോൾ നിലവിൽ വിപിൻ വിജയൻ പരാതി സമർപ്പിച്ചത്. അതായത് ഈ പരാതിയിൽ പറയുന്നത് തനിക്ക് സമാനതകളില്ലാത്ത ജാതി അധിക്ഷേപമാണ് നേടേണ്ടി വന്നത്. നിരന്തരം ഇത്തരത്തിൽ തൻ്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ സമുദായത്തോട് സ്പർദ്ധ കാരണമാണ് ഈ അധ്യാപിക തനിക്ക് ഈ ബിരുദം, തനിക്ക് ഈ PhD അനുവദിക്കരുത് എന്നുള്ള പേരിൽ കത്ത് നൽകിയത് എന്നും ഈ ആരോപണത്തിൽ, ഈ പരാതിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആർ ബിന്ദു വിഷയത്തെ അപലപിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. അതായത് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള എല്ലാ സൗകര്യവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. മാന്യതയും പക്വതയും അതുപോലെ തന്നെ അന്തസ്സും അധ്യാപകർ പാലിക്കണം. വിഷയത്തിൽ സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയും മന്ത്രി ആർ ബിന്ദു നൽകുന്നുണ്ട്. എക്സ്പെർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ചൊരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ MPhil ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ്.
വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്നുള്ള പേരിലാണ് ഇയാൾക്ക് PhD അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് VC-ക്ക് ഈ ഡീൻ ഡോക്ടർ വിജയകുമാരി കത്ത് നൽകിയത്. ഈ വിഷയത്തിൽ തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി വളരെ വിശദമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ദിവസങ്ങൾക്ക് മുൻപ് വിപിൻ വിജയൻ പങ്കുവച്ചത്. താൻ പഠിച്ച ബിരുദങ്ങളെല്ലാം ഒന്നുമല്ലാതായി മാറിയ ഒരു അനുഭവമാണ് തനിക്കുണ്ടായത്. ഇത് തൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു മുറിവായി അനുഭവപ്പെട്ടുവെന്നും വിപിൻ വിജയൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിപിൻ വിജയന് MA, അതുപോലെ തന്നെ B.Ed, M.Ed, M.Phil തുടങ്ങിയ ബിരുദങ്ങളെല്ലാം സംസ്കൃതത്തിൽ തന്നെ ഉള്ളതാണ്. ഈ വിപിൻ വിജയൻ്റെ സംസ്കൃതത്തിലുള്ള M.Phil-ലുള്ള പ്രബന്ധത്തിന് അംഗീകാരം നൽകിയത് ഇതേ ഡോക്ടർ വിജയകുമാരിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതേ വിജയകുമാരി തന്നെയാണ് PhD-ക്ക് വേണ്ടി പ്രബന്ധം സമർപ്പിച്ചപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ സർവകലാശാല VC-യും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കണം. കായംകുളം, അരൂർ, കുട്ടനാട് സീറ്റുകളിൽ CPM മത്സരിക്കണം. ആലപ്പുഴ ജില്ലയിൽ ഈഴവരെ ഒറ്റ സീറ്റിൽ ഒതുക്കുന്നത് ശരിയല്ല. കുട്ടനാട് NCPക്ക് തുടർന്ന് നൽകുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. കുട്ടനാട്ടിൽ NCP എന്ന സാധനമേ ഇല്ല. അരൂർ ഈഴവ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. ലത്തീൻ വിഭാഗത്തിന് സീറ്റ് നൽകണമെങ്കിൽ എറണാകുളം ജില്ലയിൽ നൽകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ അരൂരും കുട്ടനാടും അത് ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഈഴവ സമുദായത്തിന് സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിനുണ്ട്. അവർക്ക് ആ സീറ്റ് കൊടുക്കണം. കാരണം സമുദായത്തിൽ നിന്ന് ഒരൊറ്റ സീറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ, കായംകുളം മാത്രം. ആലപ്പുഴ ജില്ലയിൽ സമുദായത്തിന് ഒരുപാട് നേതാക്കന്മാരും അണികളുമുള്ള ഈ ജില്ലയിൽ സമുദായത്തിന് ഒറ്റ സീറ്റിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. കുട്ടനാട് NCPക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യം ഒരാൾക്ക് കൊടുത്തു ഓട്ടെ, പക്ഷെ തുടർന്ന് അവർക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാം. അവർക്ക് കൊടുക്കുക എന്ത് ന്യായം? ഒരുപാട് ഔദാര്യം, പ്രത്യേകിച്ചും പിണറായി ഗവൺമെൻറ്റിൽ ഘടകകക്ഷികളോട് ഇത്തരം ഔദാര്യം കാണിക്കുന്ന ഒരു സമീപനം വേറെ ഒരു ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. കാരണം ഒരു MLA ആയാൽ അവന് മന്ത്രി, എല്ലാവർക്കും വേണ്ടത്ര പരിഗണനയും പരീക്ഷയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വരുന്നു, ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾക്കുള്ളതിനാണ് എടുത്തു കൊടുക്കുന്നത്. NCP എന്നൊരു സാധനം കുട്ടനാട്ടിലില്ല. പങ്കിട്ടപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ എന്തിന് കുട്ടനാട്ടിൽ കൊടുത്ത് ഈ സമുദായത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശമാണ് അവിടുത്തെ സീറ്റ് സമുദായത്തിന് കൊടുക്കണം. അതുകൊണ്ട് അരൂരത്തത് CPM ഏറ്റെടുക്കണം. അവിടെ CPM ഏറ്റെടുത്ത് സമുദായത്തിന് കൊടുക്കണം. കുട്ടനാട് സീറ്റും അരൂർ സീറ്റും. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാലിനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട് സംസാരിക്കവേ പറഞ്ഞു. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരാമർശം എന്നതാണ് ശ്രദ്ധേയം. അനുയായികൾ ഇപ്പോൾ ഉള്ളത് വേണുഗോപാലിനൊപ്പമാണ്. ഒരു മലയാളി കോൺഗ്രസിലെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷമുണ്ട്. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ അനുയായിയുള്ളത് വേണുഗോപാലിനാണ്. പുള്ളി ഡൽഹിയിലാണ്. പുള്ളി ഇവിടെ ഇഷ്ടംപോലെ അനുയായികളെ പ്രസൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ മകൻ വിടുവാന്ന് എനിക്ക് സംബന്ധിച്ചതാണ്. സോണിയയുടെ മകനെ ഇയാൾ അവിടെ വേണം പുള്ളിക്ക് പല കാര്യങ്ങൾക്കും. അയാളിപ്പോൾ നേതാവായില്ല. അയാൾ നമുക്ക് എത്ര വന്നാലും ഞാനുമായിട്ട് പല ഗുസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ള ഒരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെല്ലാം കീഴടക്കി അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ. കാരണം ഇന്നത്തെ പരിസ്ഥിതിക്ക് കാരണം കോൺഗ്രസിൻ്റെ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. പിന്നെ ഇതൊക്കെ സാധ്യത പറഞ്ഞാലും കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട സാധ്യത. VD സതീശനൊപ്പം ഒരു മരപ്പട്ടി പോലുമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴാണ് KC വേണുഗോപാലിന് എന്തുകൊണ്ട് പിന്തുണ എന്ന് കൂടി നമുക്ക് വ്യക്തമാവുക. സതീശന് വിവരം വഴിയേ പോയിട്ടില്ല. സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് പെരുമാറ്റം. പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയ പോലെയാണ്. ആനയായി വന്ന് കുഴിയാനയെ പോലെ സതീശൻ കഴിയുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസിനകത്ത് ആരാണ് നേതാവ്?
ഒരു പ്രതിപക്ഷ നേതാവുണ്ട് സതീശൻ എന്ന് പറഞ്ഞാൽ വിവരമെന്ന് പറഞ്ഞ വഴിയേ പോയിട്ടില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ആരോടൊരു മാന്യവും മര്യാദയായിട്ട് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തതാണ്. പറിച്ചു കേട്ട താനേതാണ്ട് മുകളിൽ നിന്ന് സ്വർഗരാജ്യത്ത് നിന്ന് ദൈവദൂതനായിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ട ആളിനെക്കുറിച്ചുള്ള വർത്തമാനമാണ്. വന്ന് ഇപ്പോൾ ഒരു മരപ്പെട്ടി പോലും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായ രീതിയാണ് പദവിയും പ്രതാപവും പറച്ചിലും. ഇപ്പോൾ വന്ന് വലിയ ആനയായിട്ട് വന്ന് ഇപ്പോൾ കുഴിയാനയായിട്ട് കിടക്കുക. പിന്നെ കോൺഗ്രസിന് ആരാ ഉള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സന്ദേശമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എന്ത് വൃത്തികേട് ചെയ്താലും തലയിൽ അത് പൊൻതൂവലായി അണിയും. പണ്ട് ഇതല്ലായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ. സ്ത്രീകളെ വഞ്ചിച്ചവരാരും കോൺഗ്രസിന്റെ അയൽപ്പക്കത്തു കൂടി പോകില്ലായിരുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്ത് വൃത്തികേട് ചെയ്താലും കോൺഗ്രസ്സിൽ ആണുകെട്ടവനായാലും പെണ്ണുകെട്ടവനായാലും എന്ത് ചെയ്താലും ഏത് കൊള്ളക്കാരനായാലും ഇതൊന്നും പ്രശ്നമില്ല. അതെല്ലാം തലയിലെ പൊൻതൂവലായി കൊണ്ടു നടക്കുന്നതാണ്. അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കോൺഗ്രസ് സംസ്കാരം. പണ്ടെല്ലാം അങ്ങനെയൊന്നുമല്ല. ഇതുപോലുള്ള സദാചാര വിരുദ്ധപ്പെടുകയും ഇതുപോലുള്ള സ്ത്രീകളെ വഞ്ചിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും അയൽവക്കത്തൂടെ പോകലായിരുന്നു എങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഇടം കൊടുക്കുന്ന ആളുകൾ ആയി മാറി ഇന്ന് കോൺഗ്രസ് എങ്കിൽ അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ മൂല്യം എന്ന് പറയും. അവരുടെ സംസ്കാരം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോയാൽ അതിന്റെ ദോഷം CPM-ന് ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സുധാകരനെ ആലപ്പുഴയിൽ ദുഃഖിപ്പിച്ച് നിർത്തരുത്. സുധാകരൻ വളർത്തിയവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാല് വാരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. സുധാകരൻ സാറിനെ ഒന്നും വെറുപ്പിക്കാതെ കൊണ്ടുപോകണം. സുധാകരൻ സാർ ഒരു അപ്രസക്തനായ ഒരാളായിട്ട് കാണരുത്. അദ്ദേഹത്തിന് ഇന്നും വളരെയധികം പേരുകൾ ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിൽ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച് നിർത്തരുത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും അറിയാം. ഒരു ജനപ്രിയനാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നവരാണ് പലരും അദ്ദേഹത്തിനെ കാലുവാരിയത്. അദ്ദേഹത്തെ കൂടെ ഒരു വിശ്വസ്തയിലെടുത്ത് കൊണ്ടുപോകാനുള്ള നയം ആലപ്പുഴ എടുത്തില്ല എങ്കിൽ അതിൻ്റേതായ ചെറിയ ദോഷങ്ങളൊക്കെ ആലപ്പുഴ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് ആ റിപ്പോർട്ട് പുറത്തു പോയി എങ്കിൽ അദ്ദേഹത്തിനെതിരായൊരു ശക്തി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള നേരെ തന്നെ അത് അവിടെ നിന്നല്ല എല്ലായിടത്തും പാർട്ടികൾക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പും വഴക്കുമൊക്കെ അധികാരത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. സുകുമാരൻ നായർ സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് എത്തിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സർക്കാർ പരിപാടിയിലേക്ക് സുകുമാരൻ നായർ പ്രതിനിധി അയച്ചതിൽ തെറ്റില്ല. അതിന്റെ പേരിൽ ആണിയടിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ആരുടെയും സ്വത്തല്ലെന്നും സമുദായ നേതാവ് മാത്രമാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. NSSന്റെ ഇപ്പോൾ നിലപാട് മാറ്റത്തിന് ഒരു കുഴപ്പമില്ല. NSS ഇപ്പോൾ ശരിദൂരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിദൂരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് സമദൂരമായിരുന്നു, ഇപ്പോൾ ശരിദൂരത്തിൽ കൊണ്ട് പോയിരിക്കുന്നത്. എന്തിനാണ് സുകുമാരൻ നായർ എല്ലാവരും കൂടെ കൊണ്ട് പ്രകടനം നടത്തുകയും അദ്ദേഹത്തിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കാൻ അദ്ദേഹം ചെയ്തപ്പോൾ അവിടെ ഒരു സമ്മേളനം നടത്തപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് ഒരാളെ അയച്ചതാണ്. അടുത്ത് എന്താ തെറ്റ്? ഒരു പ്രതിനിധി വന്നു, സർക്കാർ പറഞ്ഞിട്ട് ഞാനും പോയ ആളാണ്. ആ പോയി അവിടെ നടന്നൊരു സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഉടനെ സുകുമാരൻ നായരെ ഉടനെ നേരെ ആണിയടിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആരുടെ ഒരു സ്വകാര്യ സ്വത്തല്ല അദ്ദേഹം സമുദായത്തിൻ്റെ നേതാവാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ബോർഡിനെതിരെ രൂക്ഷ വിമർശനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. അയ്യപ്പനെ എടുത്തുകൊണ്ട് പോകാത്തത് അത് കരിങ്കല്ലായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതും കൊണ്ടുപോയനെ. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ക്ഷേത്രങ്ങളിലെല്ലാം കൊള്ളയാണ് നടക്കുന്നത്. IAS-കാരെ തലപ്പത്ത് വെക്കണമെന്നും ഫയലുകൾ മന്ത്രിമാർക്ക് അടുക്കലേക്ക് എത്തട്ടെ എന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18 പറഞ്ഞു. കോടതി എന്ന് പറഞ്ഞു അത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ വാസുവിനെ കണ്ടുപിടിച്ച് ഈ പത്തനംതിട്ടക്കാരൻ കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, അത് നിങ്ങളാരും കേട്ടോ? പരമകള്ളൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭൂതിക്ക് ഉറുമ വെച്ച കള്ളനാണ് പത്മകുമാർ. ഇപ്പോൾ തെളിഞ്ഞല്ലേ അത്? അന്ന് പലർക്കും പരിഭവമായിരുന്നല്ലേ അതിനോട്. അയാൾ ആളെ ശരിയല്ലെന്ന്. ഇതിനകത്ത് പല ശരികേടും കയറുന്നുണ്ട്. ഈ രാഷ്ട്രീയ അഭയാർത്ഥികൾക്ക് കയറാനും മെനകാടാനും കാശടിക്കാനും
അവസരം കൊടുക്കാൻ പാടില്ല ദേവസ്വം ബോർഡുകളിൽ. അതുകൊണ്ടാണ് ഈ ബോർഡെല്ലാം പിരിച്ചുവിടണമെന്ന്. ബോർഡ് പിരിച്ചു വിട്ടിട്ട് IAS വെക്കി, എന്നിട്ട് ഫയലെല്ലാം മന്ത്രിയുടെ കയ്യിലേക്ക് ചെല്ലട്ടെ. ഞാൻ ചില നിർദ്ദേശമൊക്കെ വെച്ചല്ലോ, അത് ഗവൺമെൻറ് സ്വീകരിക്കട്ടെ. ഈ അഴിമതി ഇല്ലാതാകട്ടെ. അഴിമതി ഈ സംവിധാനത്തിൽ ഇന്നും ഉണ്ടാകും, നാളെ ഉണ്ടാകും അഴിമതി. സ്വർണ്ണപ്പാളി പോയി അയ്യപ്പനെ എടുത്തുകൊണ്ട് പോകാത്തത് കരിങ്കല്ലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും എടുത്തുകൊണ്ട് പോകാനാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. 2019 ജൂലൈ 19 സ്വർണ്ണപ്പാളികൾ അഴിച്ചപ്പോൾ ഹാജരാകാതെ മേൽനോട്ട ചുമതല വഹിക്കുന്നതിൽ ബൈജു ഗുരുതരമായ വീഴ്ച നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികൾ ആരംഭിച്ചു. 6 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ബോർഡ് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കം തടയുമെന്ന നിലപാടിലാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. 3 പേരെ ആ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിൽ മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും വേണ്ടി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. അവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ അതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വരുത്തി ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തായാലും 10-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. അതിനുള്ളിൽ എല്ലാ പ്രതികളെയും, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ മാറും എന്ന നിഗമനത്തിലാണ്, വിലയിരുത്തലാണ് അന്വേഷണ സംഘം. ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിലാണ് ഈ പരിശോധനകളും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരോപണ വിധേയരായ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡിലെ 6 ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിരമിച്ച ജീവനക്കാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെ തടഞ്ഞുവെക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. നോട്ടീസ് നൽകാൻ, അതായത് ഇത്തരത്തിൽ പെൻഷൻ അടക്കം തടഞ്ഞുവെക്കുമെന്ന് പറഞ്ഞ നോട്ടീസ് നൽകാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടിയായ RG രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. വിവാദങ്ങൾ കൊടുക്കുമ്പോഴും അതീവ രഹസ്യമായാണ് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ N വാസുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയോ അതല്ല എങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്ന തുടർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യുമെന്നാണ് വിവരം. ടാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടേത് ഗുരുതരമായ ആശങ്കയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഇപ്പോഴും സംരക്ഷിക്കുന്നു. ദേവസ്വം ബോർഡിന് കുട പിടിച്ചു കൊടുത്തത് മന്ത്രി VN വാസവനാണ്. വാസവനെ ചവിട്ടി പുറത്താക്കണം. ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ആണോ വെച്ചതെന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ശബരിമലയിൽ നടന്ന ഈ കൊള്ള മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത, അതിന് ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ. ആ കുറ്റകൃത്യം ചെയ്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും. അതിന് കൊടപിടിച്ചു കൊടുത്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ. അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ മീനുകളെ സംരക്ഷിക്കാൻ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ഇപ്പോഴത്തെ ബോർഡ് കള്ളക്കളിക്ക് കൂട്ടുനിന്നു. അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്നും ചെന്നിത്തല ചോദിച്ചു. യഥാർത്ഥ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങള് തുടങ്ങിയവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽ മീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളിത് ആദ്യം മുതൽ പറഞ്ഞതാണ്. 3 ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ആ 3 മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വസ്തുക്കൾ അടിച്ചു മാറ്റിയത് അന്തർദേശീയ സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം. ഇതിനകത്തുണ്ടായിരുന്ന
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം. കോടതി വിലക്കുണ്ടായിട്ട് പോലും ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമാണ്. അവരെന്താ ചോദ്യം ചെയ്യാത്തത്? അവരെന്താ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. എന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല. യഥാർത്ഥ പ്രതികൾ ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളുമാണ്. അവരെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത്. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒരു വീട് തകർത്തു. ചിന്നക്കനാൽ തോണ്ടിമല ഇടികര എസ്റ്റേറ്റിലെ സന്തോഷ് രാജയുടെ വീടാണ് തകർത്തത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. തോട്ടം മേഖലയിൽ താമസിക്കുന്ന സന്തോഷിന്റെ വീടാണ് ആക്രമിച്ചത്. വീടിന്റെ ഒരു മുറിയുടെ ഭിത്തി തകർക്കുകയും ജനാല തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഏതാനും നാളുകളായി കനത്ത കാട്ടാന ആക്രമണം ശരിക്കുമുണ്ട്. നിരവധി കാട്ടാന കൂട്ടങ്ങളും ഒറ്റയാന്മാരും വിവിധ മേഖലകളിലായി. കഴിഞ്ഞ രാത്രിയിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ സന്തോഷും കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നില്ല. 2 വയസ്സുകാരനായ മകന്റെ ചികിത്സാവശ്യത്തിനായി ഇവർ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പും ഈ വീടിന് നേരെ, അവരുടെ പഴയ വീടിന് നേരെയും കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് ഒരു മുറി തകർന്ന സംഭവം ഉണ്ടായി. അന്ന് പഴയ വീടായിരുന്നു, പുതിയ വീടായിരുന്നു. ആ വീട് ആന തകർത്ത ശേഷം നിർമ്മിച്ച പുതിയ വീടിന് നേരെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേ ഭാഗത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറിയുടെ നേരെയാണ് ഇപ്പോഴും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏതാനും നാളുകളായി വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറവായതെങ്കിൽ പോലും ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ കൃഷിയിടങ്ങൾക്ക് വ്യാപകമായി കാട്ടാനകൾ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. നിരവധി ഏലത്തോട്ടങ്ങളിലൊക്കെ നാശനഷ്ടം വെക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വീടാക്രമിച്ചത് കൂടാതെ നിരവധി കൃഷിയിടങ്ങളിലും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീജ, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് ധാരണയാകാതെ LDF. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം അംഗീകരിക്കാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു സീറ്റ് കൂടുതൽ അനുവദിച്ചാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മുന്നണിയിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ആകും. കോട്ടയം ജില്ലയിലെ ഒരുപക്ഷെ ഇടതുമുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാകും ഫലത്തിൽ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം എന്ന സീറ്റുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ എന്ന നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ വീതമാണ് കേരള കോൺഗ്രസ് എമ്മും ഒപ്പം തന്നെ CPIഎമ്മും മത്സരിച്ചത്. 4 സീറ്റുകളിൽ CPIയും മത്സരിച്ചു. അതുകൊണ്ട് തന്നെ അധികമായി വന്ന തലനാട് സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു, കേരള കോൺഗ്രസ് എം ഉന്നയിച്ചു. ബാക്കി സീറ്റുകൾ നിലനിർത്തണം, ചില സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരമുള്ള മാറലുകൾക്ക് തയ്യാറാണ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ നിലവിലുള്ള 9 സീറ്റ് കൂടാതെ ഈ തലനാട് സീറ്റ് എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ CPM ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. തലനാട് സീറ്റ് അവർക്കും വേണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPIയും ഒരു സീറ്റ് അധികമായി വന്ന സാഹചര്യത്തിൽ തങ്ങളാകെ 4 സീറ്റിലെ മത്സരിക്കുള്ളൂ. കഴിഞ്ഞ തവണ 4 മത്സരിച്ചതിൽ 3 ജയിച്ചവരാണ്. അതുകൊണ്ട് അധികമായുള്ള സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മുന്നണിയിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് കൂടെ നൽകിയാൽ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് എം മാറും. അവിടെ 9 സീറ്റുകളിലേക്ക് CPM രണ്ടാമത്തെ പാർട്ടിയായി മാറും. ഫലത്തിൽ ഇത് അംഗീകരിക്കാൻ നിലവിൽ CPM ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ ആയിരിക്കും ഇനിയൊരു ചർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് നേതൃത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്നും അവർ കരുതുന്നു. സ്വാഭാവികമായും ജില്ലയിൽ ഈ മൂപ്പിളമ തർക്കം ഒരു പരിധിവരെ നേരത്തെ CPIയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കേരള കോൺഗ്രസിനേക്കാൾ മുന്നിൽ ഞങ്ങളാണ്, ഏറ്റവും കൂടുതൽ സമരം നയിക്കുന്ന ഞങ്ങളാണ് എന്നൊക്കെ മുൻ ജില്ലാ സെക്രട്ടറിമാരടക്കം പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അവരുടെ സംഘടനാ റിപ്പോർട്ടിലും ഒക്കെ ഉള്ളതാണ്. അവിടെ കേരള കോൺഗ്രസ് എമ്മിനെ ഒന്നാമത്തെ പാർട്ടിയാക്കി മാറ്റാൻ ഫലത്തിൽ CPIക്കും താല്പര്യമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു 10ാം സീറ്റിനെ ചൊല്ലിയുള്ള ഒരു തീരുമാനമാകാതെ അതൊരു തർക്കത്തിലിരിക്കുന്ന സാഹചര്യമാണ്. നാളത്തോടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു പരസ്യ പോരൊന്നും ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്.
ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരം നഗരസഭയിൽ പ്രശ്നങ്ങളുള്ളത് UDF സ്ഥാനാർത്ഥി നിർണയത്തിലാണ്. UDF സ്ഥാനാർത്ഥി പട്ടികയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ 25 വാർഡുകളിൽ തനിച്ച് മത്സരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച പൂന്തുറ വാർഡ് കോൺഗ്രസ് ഏറ്റെടുത്തതോടെയാണ് ജോസഫ് വിഭാഗത്തിന്റെ ഈ സമാന്തര നീക്കം. കവടിയാറിൽ KS ശബരിനാഥനെതിരെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിഷേധം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് 86 വാർഡുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ആദ്യഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ച കോൺഗ്രസിന് വെല്ലുവിളി തീർത്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അപ്രതീക്ഷിത നീക്കം. UDF ഘടകകക്ഷികളുമായി നടന്ന സീറ്റ് ചർച്ചയിൽ RSPക്ക് 5ഉം CMPക്ക് 3ഉം വീതം സീറ്റുകൾ നൽകിയിട്ടും 2020 മത്സരിച്ച ഏക സീറ്റ് ഇത്തവണ നൽകാഞ്ഞതോടെയാണ് ജോസഫ് വിഭാഗത്തിന്റെ സമാന്തര ഇടപെടൽ. കോൺഗ്രസ് ഏറ്റെടുത്ത പൂന്തുറ സീറ്റിന് പകരം മറ്റൊന്ന് വിട്ടു നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതിന് വഴങ്ങാൻ തയ്യാറാകാഞ്ഞതോടെയാണ് 25 വാർഡുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് അലക്സാണ്ടറാകും മത്സരിക്കുക. ഇതിനു പുറമെ പൂങ്കുളം, കാലടി, കഴക്കൂട്ടം, ചെട്ടിവിളാകം, നേമം, തിരുവല്ലം ഉൾപ്പെടെ 25 വാർഡുകളിലാകും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വിമത ഭീഷണി ഉയർത്തുക. അനുനയ നീക്കത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും പൂന്തുറയ്ക്ക് പകരം ഒരു സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന നിലപാടിൽ ജോസഫ് വിഭാഗം കടുംപിടുത്തം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് CPMന് തീരുമാനം. പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പ്രൊഫഷണലുകളെയും പരിഗണിക്കുന്നു. കൂടുതൽ ഇടങ്ങളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് മത്സരത്തിനിറങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കരുത്തു കാട്ടാനൊരുങ്ങി CPIM. കാസർഗോഡ് ജില്ലയിൽ ഇതിനായി മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കാനാണ് പാർട്ടി തീരുമാനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമിനെയാണ് കളത്തിലിറക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശിനെയാണ് പരിഗണിക്കുന്നത്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് നിലവിലെ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫിയെയാണ് പരിഗണിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. പാർട്ടി സ്വാധീനമില്ലാത്ത മേഖലകളിൽ പ്രൊഫഷണലുകളെ രംഗത്തിറക്കി പരീക്ഷണത്തിനൊരുങ്ങുകയാണ് നേതൃത്വം. അഡ്വക്കേറ്റ് C. ഷുക്കൂർ, ഡോക്ടർ സിദ്ധാർത്ഥൻ, ഡോക്ടർ സുരേഷ് തുടങ്ങിയ പ്രൊഫഷണലുകളും ഇത്തവണ മത്സരരംഗത്തുണ്ടാകും. കൊല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ സബിത ചൂരിക്കാടിനെയാണ് പരിഗണിക്കുന്നത്. കൂടുതൽ പഞ്ചായത്തുകളിൽ മുതിർന്ന വനിതാ നേതാക്കളെ അംഗങ്ങളായി നിലനിർത്തുകയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെയുമാണ് മത്സരത്തിനായി കളത്തിലിറക്കുന്നത്. ജില്ലയിൽ 38 ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ 19 LDFനാണ് ഭരണം. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 LDFനാണ്. കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ ഭരണവും ഇടതുമുന്നണിക്കാണ്. അതേസമയം കാസർഗോഡ് നഗരസഭയിൽ പതിവായി 3ാം സ്ഥാനത്താണ് LDF. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ മുന്നണിയുടെ അടിത്തറ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LDF. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗിനെതിരെ കൈകോർക്കാൻ കോൺഗ്രസ് CPM നീക്കം. കാലങ്ങളായി ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന പൊന്മുണ്ടത്ത് ലീഗിനെ തോൽപ്പിച്ച് ഭരണം പിടിക്കാൻ ജനകീയ മുന്നണിയായി സഹകരിക്കാനാണ് ആലോചന. എന്നാൽ UDF ജില്ലാ നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും കാലങ്ങളായി പരസ്പരം മത്സരിക്കുന്ന പഞ്ചായത്താണ് മലപ്പുറം പൊന്മുണ്ടത്തേത്. നിലവിൽ ലീഗാണ് അവിടെ ഭരിക്കുന്നത്. 12 സീറ്റാണ് അവർക്കുള്ളത്. കോൺഗ്രസിന് 4 സീറ്റും. എന്നാൽ മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷവുമായി ചേർന്ന് അവിടെ ജനകീയ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. ലീഗിന് എതിരെ ഭരണം പിടിക്കാൻ ഇത്തരത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നതായി പാർട്ടിയിലെ നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പാർട്ടി ഔദ്യോഗിക ചിഹ്നങ്ങൾ വെച്ചായിരിക്കില്ല ഒരുപക്ഷെ മത്സരിക്കുന്നത്. പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന ലേബലിലായിരിക്കും. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് വെൽഫെയർ, SDPI, BJP എന്നിവരൊഴികെ ആരുമായും പ്രാദേശികമായി CPM ഇവിടെ കൂട്ടുകൂടുമെന്നുള്ളതാണ്. കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ
നീക്കുപോക്കുകൾ നടക്കുന്നുവെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. ലീഗാകട്ടെ ഇതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുക്കണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. UDF ജില്ലാ നേതൃത്വത്തിന് മുമ്പിൽ അവർ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് AP അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ചർച്ചയും ഇത്തരൊരു നീക്കവും ഔദ്യോഗികമായിട്ട് പൊന്മുണ്ടത്ത് നടക്കുന്നില്ല എന്നാണ്. തീർത്തും തെറ്റായിട്ടുള്ള കാര്യം. പൊന്മുണ്ടത്ത് UDF-നകത്ത് മുൻകാലങ്ങളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ മുൻകാലത്തും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന പൊന്മുണ്ടം പഞ്ചായത്താണ്. ബാക്കി പഞ്ചായത്തൊക്കെ UDF ആകുമ്പോൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചകളെ നടക്കുന്നുള്ളൂ. ഞങ്ങളുടെ ജില്ലാ തലത്തിലേക്കുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പൊന്മുണ്ടം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിനു മുമ്പ് തന്നെ CPM-ആയിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും CPM-ആയിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല. പൊന്മുണ്ടത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. മുൻപ് ഇതുപോലെ തന്നെ ഇടതുപക്ഷവുമായി കൈകോർത്തപ്പോൾ 2000-ൽ മാത്രമാണ് കോൺഗ്രസിന് അവിടെ ഭരണത്തിൽ എത്താൻ കഴിഞ്ഞത്. 2015-ൽ സമാനമായ രീതിയിൽ ജനകീയ മുന്നണി ഉണ്ടാക്കിയെങ്കിലും ലീഗ് ഭരണം പിടിക്കുകയായിരുന്നു. ഇപ്പോഴും ഈ ഒരു കോൺഗ്രസ് CPM സഖ്യം എന്നത് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഇല്ലാതെയാക്കാനുള്ള സമവായ ശ്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, അങ്ങനെ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും അതിൽ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഔദ്യോഗിക പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ചായിരിക്കില്ല സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. പകരം മുൻപുണ്ടായിരുന്നതുപോലെ സാമ്പാർ മുന്നണി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് പോലെ ഒരു ജനകീയ മുന്നണിയായിരിക്കും ലീഗിനെതിരെ പൊന്മുണ്ടത്ത് മത്സരത്തിനിറങ്ങുക. ഇതിൽ ആരെല്ലാം ഉണ്ടാകുമെന്നതും ഇത്തരത്തിലൊരു സഖ്യം യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതും ഏറെ വൈകാതെ കണ്ടു തന്നെ അറിയാം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. തൃക്കാക്കരയിൽ CPI-യിലാണ് പൊട്ടിത്തെറി. ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ കൌൺസിലർ MJ ഡിക്സൺ. പിരിവ് മാത്രമാണ് പലരുടെയും ലക്ഷ്യമെന്നും പരാതി നൽകിയപ്പോൾ തന്നെ പാർട്ടി വിരുദ്ധനാക്കിയെന്നും ഡിക്സൺ ആരോപിച്ചു. നഗരസഭാ സീറ്റ് വിഭജന ചർച്ചകളിൽ CPM-മായി ഉടക്കി നിൽക്കുകയാണ് CPI. കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര നഗരസഭാ കൌൺസിലർ MJ ഡിക്സൺ കൌൺസിലർ സ്ഥാനം രാജിവെച്ചത്. CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. CPI നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് രാജിക്ക് ശേഷം അദ്ദേഹം ഉന്നയിച്ചത്. അന്തരിച്ച കാനം രാജേന്ദ്രനെ അപമാനിക്കാൻ ഇപ്പോഴും പാർട്ടിയിലെ ചിലർ ശ്രമിക്കുന്നുവെന്നും പിരിവ് മാത്രമാണ് പലരുടെയും ലക്ഷ്യമെന്നും ഡിക്സൺ പറയുന്നു. CPI-യെ സംബന്ധിച്ചിടത്തോളം കൂടെ കിടന്നവനെ രാപ്പനി എന്താണെന്നറിയുള്ളൂ. ഇവിടെ എല്ലാവരും പറയുന്നത് CPIM-ലാണ് വിഭാഗീയത എന്ന് പറഞ്ഞാൽ ശരിക്കും CPI-യിലാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയത. ബ്രാഞ്ചിൽ മുതൽ വിഭാഗീയത നടത്തുന്നൊരു പ്രസ്ഥാനം CPI ആണ്. ബ്രാഞ്ച് തലത്തിൽ മുതൽ, അതായത് നേതാക്കന്മാരുടെ ഇടയിലല്ല വിഭാഗീയത, ബ്രാഞ്ച് മുതൽ നേതാക്കന്മാരുടെ ഇടയിൽ വരെ വിഭാഗീയത ഉള്ളൊരു പാർട്ടിയായി CPI ഇപ്പോൾ മാറി. കാനം രാജേന്ദ്രൻ അടക്കം ഉള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പാർട്ടി ഛിന്ന ഭിന്നമായി മാറുകയാണ്. തൃക്കാക്കര നഗരസഭയിൽ സീറ്റ് വിഭജനവുമായി CPM-ഉം CPI-യും തമ്മിൽ തർക്കം നിലനിൽക്കുമ്പോഴാണ് CPI കൗൺസിലറുടെ രാജി. കഴിഞ്ഞ തവണ 6 സീറ്റുകളിൽ മത്സരിച്ച CPI-ക്ക് 2 സീറ്റുകളിൽ മാത്രമാണ് വിജയം നേടാനായത്. ഇക്കുറി കൂടുതൽ സീറ്റുകളും ചിലയിടങ്ങളിൽ പുനഃക്രമീകരണവും CPM-നോട് ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയിട്ടില്ല. രാജിവെച്ച ഡിക്സൺ CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിക്സനെ 2 വർഷം മുൻപ് അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതാണെന്നും ഇപ്പോഴുള്ള നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ളതാണെന്നുമാണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വർക്കല നഗരസഭാ ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് ജയം അസാധുവാക്കി ജില്ലാ കോടതി. നഗരസഭ 15-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച നഗരസഭാ ചെയർമാൻ KM ലാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ് കോടതി അസാധുവാക്കിയത്. എതിർ സ്ഥാനാർത്ഥിയായ ജയശങ്കർ നൽകിയ കേസിലാണ് വിധി. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്ത് KM ലാജ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വരുമാന വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നായിരുന്നു പരാതി. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ. സർക്കാർ രൂപീകരിക്കാനാകുമെന്ന ഇന്ത്യ സഖ്യവും അനുകൂല തരംഗമെന്ന NDA നേതാക്കളും അവകാശപ്പെടുന്നു. 62.57% ആദ്യഘട്ടത്തിലെ പോളിംഗ്. ഇത് റെക്കോർഡാണ്. മുഖ്യമന്ത്രി മഹിളാ യോജന അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് NDA ക്യാമ്പിന്. 11-ാം തീയതിയാണ് 2ാം ഘട്ടം. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം വിപുലമായി ആഘോഷിച്ച രാജ്യം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. രാവിലെ 9:50-ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാജ്യവ്യാപകമായ ഗാനാലാപനത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. രാഷ്ട്ര നിർമ്മാണത്തിൽ
വന്ദേമാതരത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കി. एक बार पुनः अनुरोध संस्कृति सचिव श्री विवेक अग्रवाल जी से देव्य सज्जनों राष्ट्रीय गीत वंदे मातरम के വൈകാതെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നരേന്ദ്രമോദി മഹാനായ വ്യക്തിയാണെന്നും സുഹൃത്താണെന്നും ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. മോദിയുമായി സംസാരിക്കാറുണ്ടെന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വൻതോതിൽ നിർത്തിവെച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. മോദിയുമായുള്ള ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചെറിയ തോതിലെങ്കിലും കുറച്ചത് അമേരിക്കൻ സമ്മർദ്ദം കാരണമാണെന്ന് ആവർത്തിച്ചു. തന്റെ വളരെ നല്ല സുഹൃത്താണ് മോദി. താൻ ഇന്ത്യ സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞത്. And I'll be going. Novo Nordisk is in the middle. You're planning to go to India next year? No, you're planning to go to India next year, sir? It could be, yeah. അമേരിക്കൻ സമ്മർദ്ദം മൂലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ട്രംപ് നേരത്തെയും അവകാശവാദം ഉന്നയിച്ചിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ട്രംപിന്റെ അവകാശവാദം. പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് തുടർന്നാൽ അവർ വൻതോതിൽ താരിഫ് നൽകേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങളിലെയും വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണോ എണ്ണ ലഭിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ നയപരമായ തീരുമാനം. ഈ വിഷയത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യം ഇടപെടേണ്ട കാര്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവരങ്ങളുമായി MG മിഥുൻ. മിഥുൻ, ഇത് ആദ്യമായല്ല ട്രംപ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ പുതിയൊരു കാര്യം, ആവശ്യമുണ്ടെങ്കിൽ താൻ ഇന്ത്യയിലേക്ക് പോകും, ഇന്ത്യ സന്ദർശിക്കും, തൻ്റെ അടുത്ത സുഹൃത്തും ഒക്കെയാണ് നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. അതിന് ഈ വ്യാപാര കരാറുമായൊക്കെ ബന്ധമുണ്ടോ എന്നതാണ് ഉയർന്നു വരുന്ന സംശയം. ഏത് സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ അവകാശവാദങ്ങൾ? ശ്രീജ, നമുക്ക് അറിയാം, മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ഈ വ്യാപാര കരാർ ചർച്ചകൾ ഇടയ്ക്ക് അത് വഴിമുട്ടിയിരുന്നു. അത് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു. അത് പിന്നീട് ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു ചർച്ചയ്ക്ക് വില്ലനായി നിന്നത് എങ്കിൽ പിന്നീട് അത് താരിഫ് യുദ്ധത്തിലേക്ക് പോയി. വലിയ രീതിയിൽ അത് അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അത് വഷളാവുകയും ചെയ്തത്. പിന്നീട് ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഞാനും മോദിയും തമ്മിൽ നിരന്തരം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഫോണിൽ വിളിച്ച് ഈ കാര്യവുമായി ബന്ധപ്പെട്ട അനുഭവപൂർണ്ണമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ള ആ ഒരു അവകാശവാദം നേരത്തെയും ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ അന്നും പറഞ്ഞു വെച്ച ചില കാര്യങ്ങളിൽ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണം, ആ തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടാൽ മാത്രമേ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പുള്ളൂ എന്നുള്ളതായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊരു ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ തോത് അത് ചെറിയ രീതിയിൽ ഗണ്യമായി കുറച്ചിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി താൻ ഇന്ത്യ സന്ദർശിക്കാൻ സന്നദ്ധനാണ്. അതിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ക്ഷണിക്കുകയാണ് എങ്കിൽ താൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ് എന്നടക്കമുള്ള ചില പരാമർശങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ
തുടർ നടപടികൾ ഉണ്ടാകണം. അതായത് ഈ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഗണ്യമായി കുറച്ചുകൊണ്ട് അത് പൂർണ്ണമായും അമേരിക്ക ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് ഇന്ത്യ പോകണം. അത് വന്നാൽ മാത്രമേ മറ്റ് ചർച്ചകളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. 5ാം ഘട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോഴും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഇപ്പോഴും പൂർണ്ണ തോതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സ്വാഭാവികമായും ഇന്ത്യയും തയ്യാറാകണം, ഒപ്പം തന്നെ അമേരിക്കയും തയ്യാറാകേണ്ട ഒരു സ്ഥിതിവിശേഷം ഈ ഒരു വ്യാപാര കരാറിന്മേലുണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടികൾ കൈക്കൊള്ളണമെങ്കിൽ ഈ വിഷയം പൂർണ്ണമായും രമ്യമായി പരിഹരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. എന്തായാലും നിലവിലൊരു സൂചന മാത്രമാണ് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിലും ഇതേ രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നീട് ആ വാക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ ചില ഇന്ത്യയെ സംബന്ധിച്ച് ഈ താരിഫ് യുദ്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ പോലും ഈ ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ. അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൌണിനെ തുടർന്ന് 40 വിമാനത്താവളങ്ങളിൽ പ്രതിസന്ധി. എയർപോർട്ടുകളിൽ ജീവനക്കാരുടെ കുറവ് മൂലം 10% സർവീസുകൾ നിർത്തലാക്കുമെന്നാണ് വിവരം. എന്നാൽ അന്താരാഷ്ട്ര സർവീസുകളെ ഇത് ബാധിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഷട്ട് ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം. എയർപോർട്ടുകളിലെ ജീവനക്കാരുടെ കുറവാണ് വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള കാരണമായി സർക്കാർ പറയുന്നത്. പുതിയ തീരുമാനം അമേരിക്കയിലെ 40 എയർപോർട്ടുകളെ പ്രതികൂലമായി ബാധിക്കും. അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കും. അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ 1 മാസം പിന്നിടുമ്പോൾ ദശലക്ഷക്കണക്കിന് പൌരന്മാർ ഭക്ഷ്യസഹായം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ്. ആരും പട്ടിണി കിടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനസഹായം തുടരാൻ നിയമപരമായ വഴികൾ തേടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന ആശങ്ക ശക്തമാണ്. സർക്കാർ ഫണ്ട് നിലച്ചതോടെ ഏകദേശം 4.2 കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യസഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ആനുകൂല്യം നവംബർ 1 മുതൽ മുടങ്ങുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഫണ്ട് മുടങ്ങാതിരിക്കാൻ അടിയന്തര സഹായനിധി ഉപയോഗിക്കണമെന്ന് റോഡ് ഐലൻഡിലെ ഒരു ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടതോടെയാണ് ആനുകൂല്യം ലഭിച്ചത്. ഒക്ടോബർ 1 തുടങ്ങിയ ഷട്ട്ഡൌൺ 2ാം മാസത്തിലേക്ക് കടന്നു. ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും ഷട്ട്ഡൌണിന്റെ ഇരകളാകുകയാണ്. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം പഴിചാരി മുന്നോട്ടു പോകുമ്പോൾ ഷട്ട്ഡൌൺ കൂടുതൽ മേഖലകളെ ബാധിക്കുകയാണ്. ഈ വാരാന്ത്യം മുതൽ ഷട്ട്ഡൌണിന്റെ പൂർണ്ണപ്രഹരം സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ ആരോഗ്യ പരിരക്ഷ, സബ്സിഡി ഉൾപ്പെടെയുള്ള ധന അനുമതി ബില്ല് പാസാക്കാൻ ആവില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡെമോക്രാറ്റുകൾ. ബിൽ പാസാക്കാൻ സെനറ്റിലെ 60 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ ഡെമോക്രാറ്റുകളെ അനുനയിപ്പിക്കാതെ ട്രംപിന് മറ്റു വഴികളില്ല. മറിച്ചായാൽ ഷട്ട്ഡൌൺ അനന്തമായി നീണ്ടേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്താ സമ്മേളനത്തിനിടെ ശാരീരികമായി അധിക്ഷേപം നടത്തിയ യൂട്യൂബർക്ക് ചുട്ട മറുപടി നൽകി തെന്നിന്ത്യൻ താരം ഗൗരി ജി കിഷൻ. അതേഴ്സ് എന്ന തമിഴ് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു സംഭവം. യൂട്യൂബർ ചിത്രത്തിലെ നായകനോട് നായികയെ എടുത്തു പൊക്കിയപ്പോൾ ഭാരം അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചതിനെതിരെയാണ് താരം ശബ്ദമുയർത്തിയത്. ഗൗരിയെ പിന്തുണച്ച് സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേർ രംഗത്ത് വന്നു. അതേഴ്സ് എന്ന തമിഴ് സിനിമയിലെ ഗാനത്തിൽ നായികയായ ഗൗരി ജി കിഷനെ നായകൻ ആദിത്യ മാധവൻ എടുത്തുപൊക്കുന്ന രംഗത്തെക്കുറിച്ചായിരുന്നു യൂട്യൂബറിന്റെ അധിക്ഷേപം കലർന്ന ചോദ്യം. ഈ രംഗം ചെയ്തപ്പോൾ ഗൗരിക്ക് നല്ല ഭാരം തോന്നിയിരുന്നു എന്നായിരുന്നു ഇയാൾക്ക് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ചോദ്യത്തിന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ബോഡി ഷെയ്മിംഗ് ചോദ്യമാണെന്നും നടി തിരിച്ചു മറുപടി നൽകി. പ്രകോപിതനായ യൂട്യൂബർ താൻ നായകനോട് ചോദിച്ച ചോദ്യത്തിന് ഗൗരി എന്തിനു മറുപടി നൽകുന്നു എന്ന് ചോദിച്ച് കയർത്തു. തുടർന്ന് വാർത്താ സമ്മേളനം ഒരു തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. சரி, நீங்க அன்னைக்கு ஹீரோ கிட்ட கேட்டீங்க அவங்க இப்படி இப்படி அவங்களை தூக்குறீங்க, அவங்களுக்கு எவ்வளவு வெயிட், அது ஒரு ஃபர்ஸ்ட் பாடி ஷேமிங். அது பாடி ஷேமிங். நீங்க பேசும்போது நான் உங்களை இன்டரப்ட் பண்ணல, நான் பேசுறேன், நீங்க இன்டரப்ட் பண்ணாதீங்க. அது டைரக்டரோட சாய்ஸ்ங்க, நீங்க யாருங்க அது கேக்குறதுக்கு? சரி, நடத்துங்க. நான் ஏங்க உட்கார வைக்கிறீங்க? இல்ல, அது ஏன் சாய்ஸ்ங்க, நான் ஏன் வெயிட். ഈ യൂട്യൂബർക്ക് പിന്തുണയുമായി മറ്റു ചിലരും ബഹളം വെച്ചതോടെ ഗൗരി ജി കിഷൻ ഒറ്റപ്പെട്ടു.
സംവിധായകൻ അബിൻ ഹരിഹരനും നടൻ ആദിത്യ മാധവനും സംഭവത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഗൗരി ആത്മധൈര്യം കൈവിടാതെ തനിക്ക് നേരെ വന്ന നിലവാരമില്ലാത്ത ചോദ്യത്തിന് ചുട്ട മറുപടി നൽകി. அவங்க எவ்வளவு வெயிட்னா அது ஒரு ஸ்டூபிட் क्वेश्चन தாங்க. நான் உங்களுக்கே சொல்றேன், அது ஒரு ஸ்டூபிட் क्वेश्चन தாங்க. அது என்ன கேள்வி அது சார்? நீங்க அது என்ன கேள்வி? நான் ரொம்ப ரெஸ்பெக்ட்ஃபுல்லா கேக்குறேன் சார். நான் உங்களை ரொம்ப ரெஸ்பெக்ட்ஃபுல்லா பேசுறீங்க, நீங்க கத்துறீங்க என்கிட்ட. நீங்க தான் மரியாதை காமிக்கல. ஒரே நிமிஷம் நான் ஒரே நிமிஷம் சார். அவர் பேச முடிச்சது பேச முடியும். ஒரே நிமிஷம். நான் ஐ எம் தி ஒன்லி வுமன் இன் திஸ் பிளேஸ். இப்படி கத்துறாரு இவ்ளோ. தேர் இஸ் நோ வுமன் ஹியர். I am being targeted just because I am a woman. நீங்க ஒரு பொம்பளை அந்த ஒரு பேசிக் ரெஸ்പെക്ട് കാണിക്കാമ എന്നെ വെച്ച് കത്തറിங்க நீங்க. സംഭവത്തിന് പിന്നാലെ ഗൗരിജി കൃഷ്ണന് വലിയ പിന്തുണയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഗായിക ചിന്മയിയും അതേഴ്സിലെ സഹതാരവും മലയാളി നടിയുമായ അഞ്ജു കുര്യനും ഗൗരിയെ അഭിനന്ദിച്ചു. ചിത്രത്തിലെ നായകനായ ആദിത്യ മാധവന്റെ പേരിലുള്ള ഒരു എക്സ് അക്കൗണ്ടിൽ വിഷയത്തിൽ മൗനം പുലർത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറും പ്രതി. കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മറ്റു പ്രതികൾ. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലിലാണ് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും എക്സൈസ് പിടികൂടിയത്. യുവ സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എക്സൈസ്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും കഴിഞ്ഞ ഏപ്രിലിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ചേർന്ന് ആണ് ഈ കഞ്ചാവ് ഉപയോഗത്തിന് ആ സമയത്ത് എക്സൈസിന്റെ പിടിയിലാകുന്ന ഒരു സാഹചര്യമുള്ളത്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും പുറമെ സമീർ താഹിറിനെ കൂടെ കേസിൽ പ്രതി ചേർത്തിട്ടാണ് എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടുപേരും, ഖാലിദ് റഹ്മാനും അതുപോലെ അഷ്റഫ് ഹംസയും ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ എത്തുന്നതെന്നാണ് കണ്ടെത്തൽ. അതേസമയം പുറത്തുനിന്ന് മറ്റാരോ കഞ്ചാവ് എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ള ഒരു വിവരത്തെ തുടർന്ന് അത്തരത്തിലും അന്വേഷണം പോയിരുന്നതുമാണ്. എന്തായാലും കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ഈ സംവിധായകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. അതായത് 1.6 ഗ്രാം കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് സമീർ താഹിറിനെയും ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും ചേർത്തിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,235, പവന് 73,880. വെള്ളി ഗ്രാമിന് 162, കിലോഗ്രാമിന് 1,62,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ എൽദോ പോൾ പുതുശ്ശേരി.